മഴക്കുഴിയെടുക്കുന്നതിനിടയിൽ തെളിഞ്ഞു വന്നത് നിധി. പാത്രത്തിനുള്ളിലുണ്ടായിരുന്നത് സ്വർണ്ണാഭരണങ്ങളും വെള്ളി നാണയങ്ങളും. കണ്ണൂരിലാണ് സംഭവം. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പരപ്പായി UP സ്കൂളിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ മഴക്കുഴിയെടുത്തുകൊണ്ടിരുന്നത്. 1 മീറ്റർ ആഴത്തിൽ കുഴിച്ചപ്പോഴാണ് പാത്രം പോലെ ഒരു വസ്തു കണ്ടത്. ബോംബിന്റെയും കൂടോത്രത്തിന്റെയും കാലമായതിനാൽ തന്നെ ഭയത്താൽ ഇവർ ഇത് വലിച്ചെറിയുകയും ചെയ്തു. 2 പേരായിരുന്നു മഴക്കുഴിയെടുക്കാനുണ്ടായിരുന്നത്. ഇരുവരും ജോലി തുടരുകയും ചെയ്തു. പിന്നീട് മറന്നുവെച്ച കുടയെടുക്കാൻ തിരിച്ചു വന്നപ്പോഴാണ് എറിഞ്ഞ പാത്രത്തിന് സമീപം നാണയങ്ങൾ തിളങ്ങുന്നത് കണ്ടത്. പാത്രം തുറന്നു നോക്കിയപ്പോൾ 17 മുത്തുമണി, 13 സ്വർണ്ണ ലോക്കറ്റുകൾ, കാശുമാലയുടെ ഭാഗമെന്ന് കരുതുന്ന 4 പതക്കങ്ങൾ, പഴയകാലത്തെ 5 മോതിരങ്ങൾ, ഒരു സെറ്റ് കമ്മൽ, നിരവധി വെള്ളി നാണയങ്ങൾ, ഭണ്ഡാരമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വസ്തു എന്നിവയായിരുന്നു ഉള്ളിൽ കണ്ടെത്തിയത്. ചെങ്ങളായി പഞ്ചായത്ത് 10ാം വാർഡിൽ താമസിക്കുന്ന പരിപ്പായി ഗവൺമെന്റ് UP സ്കൂളിന് സമീപത്തെ പുതിയപുരയിൽ താജുദ്ദീന്റെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവം ഉടൻ തന്നെ പഞ്ചായത്തിൽ അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി നിധിശേഖരം കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി. പുരാവസ്തു വകുപ്പിന്റെ പരിശോധനയിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. കണ്ടെടുത്ത സ്വർണ്ണാഭരണങ്ങൾക്കും വെള്ളി നാണയങ്ങൾക്കും ഏറെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. റബ്ബർ തോട്ടത്തിൽ ഇത്തരത്തിൽ കൂടുതൽ നിധിശേഖരങ്ങളുണ്ടോ എന്നും പുരാവസ്തു വകുപ്പ് പരിശോധിക്കും. മലയാളം ടെലിവിഷൻ, കണ്ണൂർ. മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ. പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.